إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون اتقوا الله عباد الله ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിനെ ജീവിതത്തിന്റെ മുഴുവൻ സന്ദർഭങ്ങളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സൽക്കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒട്ടനവധി അനുഗ്രഹ സംഭവങ്ങൾക്ക് സാക്ഷിയായ റഹ്മാനായ റബ്ബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, നമ്മുടെയൊക്കെ കർമ്മങ്ങൾക്ക് ചിന്തിക്കുന്നതിനേക്കാൾ അധികം പ്രതിഫലം നൽകപ്പെടുന്ന അത്ഭുതങ്ങളുടെ മഹാകലവറയായ വിശുദ്ധ ഖുർആൻ അവതീർണമായ പുണ്യത്തിന്റെ വസന്തോത്സവമായ വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കാനിരിക്കുകയാണ്. ആ റമദാനിനെ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി നമ്മുടെ വീടും പരിസരവും പള്ളികളും കടകളും ഒക്കെ നമ്മൾ വൃത്തിയാക്കി
വൃത്തി നല്ലതാണ്. പ്രവാചകൻ പറഞ്ഞതുപോലെ അത്തഹൂറു ശത്റുൽ ഈമാൻ, ഈമാനിന്റെ പകുതിയാണ് വൃത്തി എന്നുള്ളത്. എന്നാൽ നമ്മിൽ എത്ര പേർ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ചു? നമ്മിൽ എത്ര പേർ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സുകൊണ്ട് തയ്യാറായി? വിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഓർമ്മപ്പെടുത്തുന്നത്. അള്ളാഹു വിശ്വാസിയോട് കാണിക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത്, അനുഗ്രഹം എന്തെന്നറിയോ സഹോദരങ്ങളെ, സഹോദരിമാരെ? സലഫുസ് സാലിഹീങ്ങൾ പറയുന്നുണ്ട്, അവന് ഒരുപാട് റമദാനിൽ ജീവിക്കാനുള്ള അവസരം നൽകുന്നു എന്നുള്ളതാണ്. ഒരു അടിമയെ അള്ളാഹു കൂടുതൽ അനുഗ്രഹിക്കുന്നത് അവന് റമദാനിൽ ഒരുപാട്, അതല്ലെങ്കിൽ ഒരുപാട് റമദാനുകൾ അവന്റെ ജീവിതത്തിൽ നൽകുന്നതിലൂടെയാണ്. കഴിഞ്ഞ റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പലരും ഇന്ന് നമ്മോടൊപ്പമില്ല, ജീവിച്ചിരിപ്പില്ല. അതുകൊണ്ട് തന്നെ ഈ റമദാൻ പരിപൂർണമായി ലഭിക്കാനും കൃത്യമായി നോമ്പനുഷ്ഠിക്കാനും ഇബാദത്തുകൾ അധികരിപ്പിക്കാനുമുള്ള ആയുസ്സിനും ആരോഗ്യത്തിനു വേണ്ടി നമ്മൾ റബ്ബിനോട് സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം എപ്പോഴാണ് മരണം സംഭവിക്കുക എന്ന് പറയാൻ സാധ്യമല്ല. നോക്കൂ, റസൂലിന്റെ അടുത്തേക്ക് രണ്ടാളുകൾ കടന്നു വന്നു, ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ കുറച്ചു കഴിഞ്ഞിട്ട് വശഹിദ ഫീ സബീലില്ലാഹ്, അതിൽ ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷിയായി. രണ്ടാമത്തെ ആൾ മാത അല സരീരി ബഅദ സന. ഈ രക്തസാക്ഷിക്ക് ഒരു വർഷത്തിന് ശേഷം രണ്ടാമത്തെ ആൾ രോഗബാധിതനായി കട്ടിലിൽ കിടന്നുകൊണ്ട് മരണപ്പെടുകയാണ്. ആരാണ് ആദ്യം സ്വർഗത്തിൽ പോകുക എന്ന പ്രവാചകന്റെ ചോദ്യത്തിന് സഹാബത്ത് ഒന്നടങ്കം മറുപടി പറഞ്ഞു, ഷഹീദല്ലേ റസൂൽ ആദ്യം സ്വർഗത്തിൽ പോവാ? അപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട്. അലൈസ ഖദ് മകസ ഹാദാ ബഅദഹു സന. ഷഹീദിന് ശേഷം ഒരു വർഷം ഈ മനുഷ്യൻ ജീവിച്ചില്ലേ? ഖാലൂ ബലാ, അതേ റസൂലേ ജീവിച്ചിട്ടുണ്ട്. വഅദ്റക റമദാന ഫസാമഹു. ആ ഒരു വർഷം അവന് ഒരു റമദാൻ കിട്ടിയിട്ടുണ്ട്. ആ റമദാനിൽ അവൻ നോമ്പനുഷ്ഠിച്ചില്ലേ? അതേ റസൂലേ, നോമ്പനുഷ്ഠിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഷഹീദിന് മുന്നേ അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം. സുബ്ഹാനല്ലാഹ്. ഒരു റമദാൻ അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ നൽകുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഭാഗ്യമില്ല. ഷഹീദിന് മുമ്പിൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അത്രയും അനുഗ്രഹങ്ങളുടെ കലവറയാണ് നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതുവരെ നമ്മുടെ ജീവിതം എങ്ങനെയായിരുന്നു? എന്റെ ജീവിതം തെറ്റുകളിലും തിന്മകളിലും ഹറാമുകളിലും ആയിരുന്നെങ്കിൽ റമദാൻ എന്ന് പറയുന്നത് പാപങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള അവസരമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടും തൗബ ചെയ്തുകൊണ്ടും എല്ലാ തെറ്റുകളും അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട്. നോക്കൂ, കരിച്ചു കളയുക എന്നുള്ള റമദി എന്ന പദത്തിൽ നിന്നാണ് റമദാൻ എന്ന് പറയുന്ന പദം കടന്നു വന്നിട്ടുള്ളത്. അതായത് പാപങ്ങളെ കരിച്ചു കളയുന്ന മാസം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മിമ്പറിൽ വെച്ച് 3 തവണ ആമീൻ 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 എന്ന് പറയുകയുണ്ടായി. പ്രവാചകൻ നമസ്കാര ശേഷം പ്രവാചകനോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് റസൂലേ 3 തവണ ആമീൻ ആമീൻ എന്ന് താങ്കൾ പറഞ്ഞത്? അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുക്കുന്നുണ്ട്, അന്ന ജിബ്രീൽ അലൈഹിസ്സലാം അതാനി. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നു.
എന്നിട്ട് പറഞ്ഞു മൻ അദ്റക ശഹ്റു റമളാൻ, ആർക്കെങ്കിലും റമളാൻ കിട്ടിയാൽ ഫലം യുഗ്ഫർ ലഹു ഫദഖലൻ നാർ, എന്നിട്ടവൻ അല്ലാഹുവിനോട് പാപമോചനത്തെ ചോദിച്ചില്ല, ചെയ്തു പോയ തിന്മകളെ കുറിച്ച് ഖേദിച്ചു മടങ്ങിയില്ല, അവൻ തൗബ ചെയ്തില്ല, അങ്ങനെ ഒരാൾ മരണപ്പെട്ടവൻ നരകത്തിലാണ്. റമദാൻ കടന്നു വന്നിട്ട് റബ്ബേ എന്റെ പാപങ്ങൾ പൊറുക്കണേ എന്ന് പ്രാർത്ഥിക്കാത്തവനെ കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ ജിബ്രീൽ പ്രാർത്ഥിച്ചപ്പോ അതിന് ഉത്തരം കിട്ടട്ടെ എന്ന രൂപത്തിലാണ് ഞാൻ 3 തവണ ആമീൻ 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 എന്ന് പറഞ്ഞത്. കുല്ലു ബനി ആദമ ഖത്താഊൻ, ആദം സന്തതികൾ തെറ്റ് ചെയ്യുന്നവരാണ്. ആ തെറ്റ് ചെയ്യുന്നവരിൽ ഖൈർ, ഏറ്റവും നല്ലവരെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. തെറ്റ് ചെയ്യുന്നവരിൽ നല്ല ആളുകൾ അത് റബ്ബിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് മടങ്ങുന്നവരാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇസ്തിഗ്ഫാർ ചെയ്യാൻ ഏറ്റവും ഉതകുന്ന ഒരു മാസമാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. നോക്കൂ, വർഷത്തിൽ ഒരു മാസം അല്ലാഹു എന്തിനാണ് നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത്? ഖുതുബയുടെ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തിലൂടെ അല്ലാഹു പറയുന്നത് എന്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുൻഗാമികൾക്ക് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇനി ആ നോമ്പിന്റെ പരമപ്രധാനമായ ലക്ഷ്യത്തെ പഠിപ്പിക്കുന്നുണ്ട്. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യമേഖലയിലും പരസ്യമേഖലയിലും നിങ്ങളുടെ കുടുംബ ജീവിതത്തിലും എല്ലാ മേഖലയിലും നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, തഖ്വ കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയത്. നോമ്പിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ആ ആയത്തിന്റെ അവസാനം അല്ലാഹു പറയുന്നുണ്ട്, ലഅല്ലകും തത്തഖൂൻ. ഒരു നോമ്പുകാരൻ ഒരിക്കലും ഹറാമ് ചെയ്യുകയില്ല, ഹറാമ് കാണുകയില്ല, ഹറാമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയില്ല. നോമ്പുകാരൻ കളവ് പറയുകയില്ല, ചീത്ത വർത്തമാനങ്ങളിൽ പെട്ടുപോവുകയില്ല, മറ്റൊരാളെ വഞ്ചിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ഒരു നോമ്പുകാരൻ ചെയ്യുകയില്ല. കാരണം അവനത് ചെയ്യാൻ തോന്നുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അസ്വിയാമു ജുന്ന, നോമ്പ് ഒരു പരിചയാണ്. പരിച കൊണ്ട് യുദ്ധഭൂമിയിൽ തനിക്ക് നേരെ വരുന്ന അമ്പിനെ തടുക്കാൻ ഒരു പരിചയ്ക്ക് സാധ്യമാകുന്നത് പോലെ അവന്റെ ജീവിതത്തിലേക്ക് പിശാച് തോന്നിപ്പിക്കുന്ന തിന്മകളെ തടുത്തു നിർത്താൻ അസ്വിയാമു ജുന്ന, നോമ്പ് ഒരു പരിചയാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുപോലെ വിശുദ്ധ റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുന്നത് എന്തെന്നറിയോ? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസ് وبينات من الهدى والفرقان, ജനങ്ങൾക്ക് മാർഗദർശനമായി കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്ത തെളിവുകളായിക്കൊണ്ടും അല്ലാഹു വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് വിശുദ്ധ റമദാൻ. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അല്ലാഹു വിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസമാണ് വിശുദ്ധ റമദാൻ. ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസുംഹു, ഈ മാസത്തിൽ ആരെങ്കിലും ഹാജരായാൽ, ജീവിക്കാനുള്ള അവസരം നൽകിയാൽ അവൻ നോമ്പനുഷ്ഠിക്കട്ടെ. വമൻ കാന മരീദൻ ഔ അലാ സഫറിൻ,
ഒരാൾ രോഗിയായി യാത്രയിലായി ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖറ, മറ്റുള്ള ദിവസങ്ങളിൽ ആ നോമ്പവൻ നോറ്റുവിട്ടട്ടെ. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര, അല്ലാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്. വലാ യുരീദു ബിക്കുമുൽ ഉസ്ര, ഒരിക്കലും അല്ലാഹു പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല. നോക്കി എത്ര വലിയ അവസരമാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നതെന്നറിയോ? ഒരു നോമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ അനുഷ്ഠിച്ചാൽ എത്രയാണ് അതിന്റെ പ്രതിഫലം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബാ, ഒരാൾ വിശുദ്ധ റമദാനിൽ നോമ്പനുഷ്ഠിക്കുകയാണ് യഥാർത്ഥ വിശ്വാസത്തോടുകൂടിയും റബ്ബിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും അവനതിലൂടെ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുന്നുണ്ട്. മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപം അല്ലാഹു നോമ്പിലൂടെ പുറത്തു കൊടുക്കുന്നതാണ്. ഒരു നോമ്പനുഷ്ഠിച്ചാൽ മുൻകഴിഞ്ഞ ഒരു വർഷത്തെ പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു തരും. മറ്റൊരു പ്രത്യേകതയായി കൊണ്ട് പറഞ്ഞു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ നോമ്പനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ, നരകത്തിൽ നിന്ന് അല്ലാഹു 70 വർഷത്തെ വഴി ദൂരം അവന്റെ മുഖത്തെ അകറ്റി നിർത്തും. 30 നോമ്പ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. 30 × 70 എത്ര? 2100 വർഷത്തെ വഴി ദൂരം നരകത്തിൽ നിന്ന് അകറ്റപ്പെടും. നരകത്തിലേക്കാണ് പ്രവേശിക്കൂല. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ നോമ്പനുഷ്ഠിച്ചു, ജഅലല്ലാഹു ബൈനഹു വ ബൈനൻ നാരി ഖന്തകം കമാ ബൈനസ് സമാഇ വൽ അർള്, ആ നോമ്പിലൂടെ അവന് ലഭിക്കുന്ന പ്രതിഫലം ആകാശഭൂമികൾക്കിടയിൽ എത്ര ദൂരമുണ്ടോ അത്രയും വലിയ ഒരു കിടങ്ങ് അല്ലാഹു കീറിക്കൊടുക്കും നരകത്തിനും അവനുമിടയിൽ. നരകത്തിൽ നിന്ന് അവൻ അകറ്റപ്പെടും എന്നുള്ളതിന്റെ ഹദീസുകളാണ് പറഞ്ഞത്. അത്രയും പ്രാധാന്യമുള്ള ഒരു സൽക്രമമാണ് അസ്സുയാം, നോമ്പിനെ അല്ലാഹുവും റസൂലും നമ്മെ പരിചയപ്പെടുത്തുന്നത്. മാത്രമല്ല വിശ്വാസികളെ ഓരോ സൽക്രമങ്ങൾക്കും പ്രവാചകൻ പറയുന്നുണ്ട്, കുല്ലു അമലു ഇബ്നു ആദം യുദാഅഫുൽ ഹസന 10 അംസാലിഹാ ഇലാ 700 ضعഫിൻ, 10 മുതൽ 700 ഇരട്ടി വരെ ഓരോ കർമ്മങ്ങൾക്കും അല്ലാഹു പ്രതിഫലം ഇരട്ടിച്ചു നൽകുന്നുണ്ട്. എന്നാൽ ഇല്ല സൗം, നോമ്പൊഴികെ, ഫഇന്നഹു ലി വഅന അജ്സിഉ, പക്ഷെ നോമ്പ് അങ്ങനെയല്ല. അല്ലാഹു പറയാ അതെന്റേതാണ്, അത് ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കും. മറ്റുള്ള ഇബാദത്ത് പോലെയല്ല. മറ്റുള്ള ഇബാദത്തിന് 10 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലമാണ് റബ്ബ് നിശ്ചയിച്ചതെങ്കിൽ നോമ്പെന്ന് പറയുന്നത് എന്റേതാണ്, അത് ഞാൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ കണക്കില്ലാതെ പ്രതിഫലം കൊടുക്കും. പിന്നെ മാത്രമല്ല വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് മറ്റൊരു പ്രത്യേകതയായി പറഞ്ഞു, ഇദാ ജാഅ റമദാൻ, റമദാൻ കടന്നു വന്നാൽ ഫുത്തിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗലോകത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും. വഗുല്ലിഖത് അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. വസുഫിദതി ശയാത്തീൻ, പിശാചിനെ ചങ്ങലയിൽ ബന്ധിപ്പിക്കും. അത് നേരത്തെ പറഞ്ഞത്, ഒരാൾക്ക് തിന്മ ചെയ്യാൻ, നോമ്പുകാരനായ ഒരാൾക്ക് തിന്മ ചെയ്യാൻ തോന്നൂല. പിശാചിനെ ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെടുന്ന മാസമാണ്. ഒരിക്കലും അവൻ നമ്മെ വഴിപിഴപ്പിക്കാൻ വരികയില്ല. മാത്രമല്ല അതിനേക്കാൾ അനുഗ്രഹം സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടുകയും ചെയ്യുന്ന മഹാ അനുഗ്രഹത്തിന്റെ മാസം. യഥാർത്ഥ വിശ്വാസത്തോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ 30 നോമ്പുകൾ നമ്മൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അവരെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ഫിൽ ജന്നതി ബാബാ, സ്വർഗ്ഗത്തിൽ ഒരു കവാടമുണ്ട്, യുഖാലു അർ-റയ്യാൻ, അതിന് പറയപ്പെടുന്നത് റയ്യാൻ എന്നാണ്.
യദ്ഖുലു മിൻഹു അസ്സായിമൂന യൗമൽ ഖിയാമ. അന്ത്യനാളിൽ നാളെ പരലോകത്ത് നോമ്പുകാർ മാത്രമേ ആ കവാടത്തിലൂടെ പ്രവേശിക്കുകയുള്ളൂ. ലാ യദ്ഖുലു മഅഹും അഹദുൻ, ഒരാളും അവരുടെ കൂടെ പ്രവേശിക്കുകയില്ല. അന്ന് വിളിക്കപ്പെടും ഐന സ്വായിമൂൻ, എവിടെയാണ് നോമ്പുകാർ? ഫയദ്ഖുലൂന മിൻഹു, ആ വിളിക്കപ്പെടുന്ന സമയത്ത് അവർ ആ കവാടത്തിലൂടെ പ്രവേശിക്കും. അവർ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് അടക്കപ്പെടും. അതിലൂടെ മറ്റൊരാൾക്കും പ്രവേശിക്കാൻ കഴിയാത്ത രൂപത്തിൽ. ആ നോമ്പ് എന്ന് പറയുന്ന ഇബാദത്തിന് പ്രത്യേകമായിട്ടുള്ള കവാടം തന്നെയുണ്ട്. നമസ്കാരത്തിന് ബാബു സ്വലാത്ത് എന്ന് പറഞ്ഞ പോലെ, ബാബു സദഖ എന്ന് പറഞ്ഞ പോലെ, ബാബു റയ്യാൻ, സായിമീങ്ങൾ നോമ്പുകാർ മാത്രം പ്രവേശിക്കുന്ന കവാടമാണ് ബാബു റയ്യാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് വിശ്വാസികളെ, റമദാൻ മാസം നമ്മിലേക്ക് കടന്നു വരുമ്പോൾ കൂടുതൽ കൂടുതൽ ഇബാദത്തുകളുമായി നമ്മൾ മുന്നോട്ട് പോവുക. തിന്മകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക. ചീത്ത വർത്തമാനങ്ങളിൽ നിന്ന്, മോശമായ വാക്കുകൾ പറയുന്നതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കണം. മല്ലം യദഅ ഖൗല സൂരി വൽ അമൽ, ചീത്ത പ്രവർത്തനങ്ങളും വർത്തമാനങ്ങളും ഒരാൾ ഒഴിവാക്കിയില്ല. ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു, അവന് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ അള്ളാഹുവിന് യാതൊരുവിധ ആവശ്യമില്ല, കാര്യമില്ല. നോമ്പ് നോറ്റുകൊണ്ട് നമ്മൾ സാധാ ദിവസത്തെ പോലെ ഉള്ള സംസാരം, മറ്റൊരാളെ ഉപദ്രവിക്കുക, കളിയാക്കുക, മോശമായ വാക്ക് പറയുക, അതുപോലെ തന്നെ ഖൗല സൂറ വൽ അമൽ, മോശമായ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അന്ന് നോമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിക്കുന്നത് കൊണ്ട്, ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് യാതൊരുവിധ താല്പര്യവുമില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമദാൻ. ആ റമദാനിൽ നമ്മൾ വിശുദ്ധ ഖുർആനുമായി ഒരു ബന്ധം സ്ഥാപിക്കണം. റമദാനിൽ മാത്രമല്ല, ഒരു അറബി പ്രഭാഷകൻ ഒരിക്കൽ ഒരു സദസ്സിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എപ്പോഴാണ് നിങ്ങളുടെ വാട്സ്ആപ്പ് അവസാനമായി തുറന്നത്? ഉത്തരമുണ്ടാകും. 1 മിനിറ്റ് മുമ്പ്, 2 മിനിറ്റ് മുമ്പ്, നമ്മൾ ഈ പള്ളിയിൽ പ്രവേശിക്കുന്നതിന് ഖുത്ബക്ക് മുമ്പ് ചിലപ്പോൾ നമ്മളൊന്ന് നോക്കിയിട്ടുണ്ടാകും. നിങ്ങളുടെ ഫേസ്ബുക്ക്, നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം, ഏത് സോഷ്യൽ മീഡിയയിലും നിങ്ങൾ എപ്പോഴാണ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് മാക്സിമം 1 മണിക്കൂർ മുന്നേ, അതല്ലെങ്കിൽ ഇന്നലെ വരെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. അയാൾ ചോദിക്കുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ നിങ്ങൾ എപ്പോഴാണ് അവസാനമായി തൊട്ടത്? എപ്പോഴാണ് ഒരു ആയത്ത് നിങ്ങൾ പാരായണം ചെയ്തത്? അതിന് മറുപടി എന്തായിരിക്കും? കഴിഞ്ഞ റമദാനിൽ ഓതിയവരുണ്ടാവും, കഴിഞ്ഞ മാസം, കഴിഞ്ഞ ദിവസം, ഓരോ ദിവസവും ഞാൻ വിശുദ്ധ ഖുർആനിന്റെ ഒരു പേജ് ഓതി എന്ന് പറയാൻ ആർക്കൊക്കെ സാധിക്കാം? കുട്ടികളടക്കം, ചെറിയ കുട്ടികളടക്കം വീട്ടിൽ ഓരോരുത്തരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ട്. എന്നാൽ ഇതെന്റെ ഖുർആനാണെന്ന് പറയാൻ ഓരോരുത്തരുടെയും വീട്ടിൽ ഓരോ ഖുർആൻ ഉണ്ടോ? ഇതെന്റെ ഖുർആനാണ്, ഞാൻ ഓതുന്ന ഖുർആനാണെന്ന് പറയാൻ. പക്ഷെ എല്ലാവർക്കും ഒരു മൊബൈൽ ഉണ്ടാവും. അള്ളാഹുവിനോടുള്ള ബന്ധം എത്രയാ? മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാഹി ഫലഉ ബിഹി ഹസന, ഒരു ഹർഫ് ഖുർആനിൽ നിന്ന് പാരായണം ചെയ്തതിന് പ്രതിഫലമുണ്ട്. വൽ ഹസനതു ബിഅശ്രി അംസാലിഹാ, 10 പ്രതിഫലമാണ് ഒരു പ്രതിഫലം എന്ന് പറയുന്നത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ലാ അഖൂലു അലിഫ് ലാം മീം ഹർഫ്, അലിഫും ലാമും മീമും ഒരു ഹർഫാണെന്ന് ഞാൻ പറയുന്നില്ല. വലാകിൻ അലിഫുൻ ഹർഫ് വലാമുൻ ഹർഫ് വമീമുൻ ഹർഫ്, 3 വ്യത്യസ്ത ഹർഫുകളാണ്. അത് ഓതിയാൽ 30 പ്രതിഫലം ഖുർആൻ അറിയിച്ചു. അലിഫ് ലാം മീം എന്ന് പാരായണം ചെയ്തു, 30 പ്രതിഫലം നമുക്ക് കിട്ടി. ഒരു ഫാത്തിഹ ഓതുന്നതിലൂടെ, ഒരു പേജ് ഓതുന്നതിലൂടെ എത്ര അക്ഷരങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. റമദാൻ അല്ലാത്ത സമയത്ത് നമ്മൾ ഓരോ ദിവസം ഒരു പേജെങ്കിലും ഓതാറുണ്ടോ? ആ ഖുർആനുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കണം. ഈ നോമ്പും അതുപോലെ തന്നെ അതിന്റെ കൂടെ ഖുർആൻ പാരായണവും നമ്മൾ ഇൻഷാ അല്ലാഹ് മുന്നോട്ട് കൊണ്ടുപോയാൽ അത് രണ്ടും നാളെ നമുക്ക് ശുപാർശ പറയും. അസ്വിയാമു വൽ ഖുർആൻ യശ്ഫഅാനി ലിൽ അബ്ദി യൗമൽ ഖിയാമ. ആരും സഹായിക്കാനില്ലാത്ത, ഇന്ന് തന്റെ ജ്യേഷ്ഠനും അനിയനും ബാപ്പയും ഉമ്മയും ഭർത്താവും ഭാര്യയും നാട്ടുകാരും ഏത് സംഘടനകളും സഹായിക്കാനുണ്ടെങ്കിലും നാളെ
ആരും സഹായിക്കാനില്ലാത്ത കോടതിയിൽ വെച്ച് യഖൂലു സിയാം, നോമ്പ് പറയും, റബ്ബി ഇന്നി മനഅതുഹു തആമു വശഹവാതു ബിന്നഹാർ, ഈ മനുഷ്യനെ എല്ലാവിധ വികാരത്തിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും ഞാൻ പകൽ സമയത്ത് മാറ്റി നിർത്തിയിട്ടുണ്ട്, നിന്റെ മാർഗത്തിൽ നോമ്പനുഷ്ഠിച്ച വ്യക്തിയാണ്, അവനെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണം. ആ നോമ്പ് ശുപാർശ ചെയ്യും. ഖുർആൻ പറയും മനഅതുഹു അന്നൗമ ഫിൽ ലൈൽ, രാത്രി അവന്റെ ഉറക്കം കെടുത്തിയ ആളാണ് ഞാൻ. ഖുർആൻ പറയാ പകൽ സമയത്തും രാത്രിയിലും ഒക്കെ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്. ഫശഫിഅനി ഫീഹി, എന്റെ ശുപാർശ സ്വീകരിക്കണേ, സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കണേ. അല്ലാഹു സ്വീകരിക്കും, അവരെ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. അതുകൊണ്ട് വിശ്വാസികളെ, നമുക്ക് ഒരുങ്ങാനുള്ള മാസമാണ് വിശുദ്ധ റമദാൻ. നമ്മൾ ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ആ പാപങ്ങൾ റബ്ബിനോട് ഏറ്റുപറയുന്നത് ഒരിക്കലും മോശത്തരമല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ഒരു അടിമ ഒട്ടകപ്പുറത്ത് തന്റെ വസ്ത്രവും വെള്ളവും ഭക്ഷണ സാധനങ്ങളും ഏറ്റി യാത്ര ചെയ്യുകയാണ്. മരുഭൂമിയുടെ ഉള്ളിൽ വെച്ച് ആ മൃഗം നഷ്ടപ്പെട്ടു. അയാൾക്ക് എത്ര വേദനയുണ്ടാവും. ആ നഷ്ടപ്പെട്ട മൃഗത്തെ അന്വേഷിച്ചു അലഞ്ഞു തിരിഞ്ഞ് ക്ഷീണിച്ച് കിടന്നുറങ്ങി. കുറച്ചു കഴിഞ്ഞിട്ട് എണീറ്റപ്പോ ഒട്ടകം തന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. അതിനെ തിരിച്ചു കിട്ടിയാലുള്ള സന്തോഷത്തെക്കാൾ ഇരട്ടിയാണ് ഒരു അടിമ പശ്ചാത്തപിച്ചാൽ റബ്ബിന് കിട്ടുന്നത്. അതുകൊണ്ട് ഈ റമദാൻ തൗബയുടെ മാസമാണ്, ഇസ്തിഗ്ഫാറിന്റെ മാസമാണ്, സബ്റിന്റെ, തഖ്വയുടെ, ഇഹ്തിസാബിന്റെ, വിശുദ്ധ ഖുർആൻ അവതീർണമായ ഓരോ പ്രാർത്ഥനക്കും ഇജാബത്ത് നൽകപ്പെടുന്ന മാസമാണ് റമദാൻ. അതിലേക്ക് എത്താനും അതിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാനും ഇൻഷാ അല്ലാഹ് റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. അതിനുള്ള ആയുസ്സും ആരോഗ്യവും റബ്ബ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു, ഉപദേശിക്കുന്നു. വിശുദ്ധ റമദാൻ നമ്മിലേക്ക് അടുത്തു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഒരു വിശ്വാസി എങ്ങനെ റമദാനിനെ സ്വീകരിക്കണം, എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി ആ നോമ്പിന്റെ അഹ്കാമുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കുകയാണ്. ഒന്ന്, നമ്മൾ കൃത്യമായ നിയ്യത്ത് വേണം ഓരോ നോമ്പ് അനുഷ്ഠിക്കുമ്പോഴും. അത് നമ്മൾ പറയലല്ല, എന്ന് തുടങ്ങുന്ന ചൊല്ലിപ്പറച്ചിലല്ല യഥാർത്ഥത്തിൽ നിയ്യത്ത് എന്ന് പറയുന്നത്. പല ആളുകളും തെറ്റിദ്ധരിച്ചൊരു വിഷയമാണ്. നമ്മുടെ മനസ്സിൽ കരുതുക, ഫജ്റിന്റെ മുമ്പായി കൊണ്ട് ഇന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഞാൻ നോമ്പനുഷ്ഠിക്കുന്നു, ഫർളായ എന്നിൽ ബാധ്യതയായ നോമ്പ് ഞാൻ നോറ്റുകൂട്ടുന്നു. ആ ഒരു നിയ്യത്തോടു കൂടിയിട്ടായിരിക്കണം നമ്മൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടത്. മല്ല യുബയ്യത്തു സ്വയാമു ഖബ്ലൽ ഫജ്രി ഫലാ സ്വയാമ ലഹു. അങ്ങനെ ഒരു ഉദ്ദേശമില്ലെങ്കിൽ അവന്റെ നോമ്പ് അല്ലാഹു സ്വീകരിക്കില്ല. അപ്പോൾ നമുക്ക് കൃത്യമായ ഒരു നിയ്യത്ത് വേണം. ഓരോ കാര്യങ്ങളും ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ഓരോ പ്രവർത്തനങ്ങളും നിയ്യത്തനുസരിച്ചാണ്. രണ്ട്, ഫസ്ലുമാ ബൈന സിയാമിനാ വസിയാമു അഹ്ലിൽ കിതാബി അഖലത്തുസ് സഹർ. നമ്മുടെയും വേദഗ്രന്ഥക്കാരുടെയും മറ്റു മതക്കാരുടെയും നോമ്പുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത്താഴം കഴിക്കലാണ്. അഖലത്തുസ് സഹർ. മറ്റുള്ളവർക്കൊന്നും അതില്ല. പക്ഷെ പല ആളുകളും അതിന് പ്രാധാന്യം നൽകാതെ രാത്രി ഭക്ഷണം കഴിച്ച് പിന്നെ സുബഹിക്ക് നേരെ പള്ളിയിലോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. രാവിലെ എണീക്കുന്ന മടിക്ക്. അതിനൊക്കെ ഒരുപാട് പുണ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. തസഹറു ഫഇന്ന ഫിസ്സുഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കണം, അതിൽ അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് നൽകിയിട്ടുണ്ട്. അത് കുറച്ച് വെള്ളമാണെങ്കിലും കുറച്ച് കാരക്കയാണെങ്കിലും അതിൽ നിങ്ങൾക്ക് ബറക്കത്ത് നൽകിയിട്ടുണ്ട്. ആ ബറക്കത്ത് നിങ്ങൾ കരസ്ഥമാക്കണം. അതുപോലെ തന്നെ പ്രവാചകന്റെ മറ്റൊരു സുന്നത്താണ് അത്താഴം വൈകിപ്പിക്കലും നോമ്പ് തുറ ധൃതി കാണിക്കലും. ഇദാ സമിഅ അഹദുകും അന്നിദാ, നിങ്ങൾ ആരെങ്കിലും ബാങ്ക് കേട്ടു, വൽ ഇനാഉ അലാ യദിഹി, പാത്രത്തിൽ അവന്റെ കൈയുണ്ട് അത്താഴത്തിന്റെ സമയത്ത്, ഫലാ യവഹു ഹത്താ യഖ്ദി ഹാജതഹു മിൻഹു,
എന്നും അതുപോലെ ചെയ്യണമെന്നല്ലോ. അവൻ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ബാങ്ക് കൊടുത്തു, പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട, തീർത്തോട്ടെ. അതായത് അത്തായം വൈകിപ്പിക്കുന്നതാണ് ഏറ്റവും സുന്നത്ത്. നേരത്തെ കഴിച്ച് കിടന്നുറങ്ങലല്ല, സുബിയൊക്കെ മിസ്സാക്കിയിട്ട്. സുബി ബാങ്കിനോടനുബന്ധിച്ച് അത്താഴം കഴിച്ച് ബാങ്ക് കേട്ട് സുന്നത്ത് നമസ്കരിച്ച് പള്ളിയിലേക്ക് നടന്നുപോയി അവിടെ ജമാഅത്ത് നമസ്കരിക്കുന്ന ആ ഒരു സംഭവം, അതിനെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുള്ളത്. പല ആളുകളും 3 മണി 4 മണിക്കൊക്കെ എണീറ്റ് അത്താഴം കഴിച്ച് പിന്നെ ഒറ്റ കിടത്ത സുബ്ഹി വരെ നമസ്കരിക്കൂല, അത് പാടില്ല. അതുപോലെ തന്നെ ലാ യസാലു നാസു ബിഖൈരിൻ മാ അജ്ജലു വൽ ഫിത്ർ, നോമ്പ് തുറക്കാൻ ധൃതി കാണിക്കുന്ന കാലത്തോളം എന്റെ ഉമ്മത്ത് നന്മയിലായിരിക്കും. അത് പല ആളുകളും വൈകിപ്പിക്കും ചെയ്യും. അത്താഴം നേരത്തെ കഴിച്ച്, അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ നേരെ വിപരീതം ചെയ്യുന്ന ആളുകളുണ്ട്. നോമ്പ് തുറക്ക് നിങ്ങൾ ധൃതി കാണിക്കണം. അതുപോലെ തന്നെ അത്രയും നമ്മൾ ഭക്ഷണപാനീയം ഒഴിവാക്കി ആ ഭക്ഷണം നമുക്ക് മുന്നിലേക്ക് ഇഫ്താറിന്റെ സമയത്ത് കിട്ടുമ്പോ പലരും പ്രാർത്ഥന മറന്നു പോകാറുണ്ട്. റബ്ബിന്റെ ശുക്ർ എന്ന രൂപത്തിൽ ആ പ്രാർത്ഥന നമ്മൾ പറഞ്ഞിരിക്കണം. ദാഹം പോയി, നരമ്പുകൾ നനഞ്ഞു, അല്ലാഹു ഉദ്ദേശിച്ചാൽ എനിക്ക് പ്രതിഫലം കരസ്ഥമാക്കാൻ കഴിയും, അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ എനിക്ക് പ്രതിഫലം നൽകുമെന്ന പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നോമ്പ് തുറക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ പണ്ടൊക്കെ ഒരുപാട് സജീവമായിരുന്നു നോമ്പ് തുറകളൊക്കെ. മറ്റുള്ള ആളുകളെ നമ്മൾ നോമ്പ് തുറപ്പിക്കുന്നതിനും പ്രാധാന്യമുണ്ട്. മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി, ഒരാളെ നോമ്പ് തുറപ്പിച്ചു, അതേ പ്രതിഫലം നോമ്പ് തുറപ്പിച്ച ആൾക്കും കിട്ടും. അതിലും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പുണ്യം പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇദാ നസിയ അഹദുക്കും ഫഅകല വശരിബ, നിങ്ങൾ ആരെങ്കിലും നോമ്പിന്റെ പകൽ സമയത്ത് അറിയാതെ വെള്ളം കുടിച്ചു, ഭക്ഷണം കഴിച്ചു, പ്രവാചകൻ പറയുന്നു ഫൽയുത്തിമ്മ സൗമഹു, അവൻ നോമ്പ് പൂർത്തീകരിക്കട്ടെ. ഫഇന്നമാ അത്അമഹു അല്ലാഹു വസഖാഹു, മറന്ന കാരണമാണെങ്കിൽ അവനെ അള്ളാഹുവാണ് കുടിപ്പിച്ചതും തീറ്റിപ്പിച്ചതും. അതുകൊണ്ട് എന്റെ നോമ്പ് മുറിഞ്ഞു എന്ന് പറയലല്ല, അതവൻ കംപ്ലീറ്റ് ചെയ്യണം, പൂർത്തീകരിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, നേരത്തെ നോമ്പിനെ പറ്റി പറഞ്ഞ പോലെ ഈമാനോടുകൂടിയും പ്രതിഫലം ആഗ്രഹിച്ചും ഒരാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നമസ്കരിച്ചാൽ, സ്വലാത്തു തറാവീഹിനെ കുറിച്ചൊക്കെ പറയുന്നത്, അവന് മുൻകഴിഞ്ഞ പാപങ്ങൾ പുറത്തു തരും. അതാ റമളാനിൽ കൃത്യമായി നമ്മൾ ഇശാ നമസ്കാര ശേഷം ജമാഅത്തോടുകൂടി ആ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുമ്പോഴുള്ള ആ ഒരു റാഹത്തുണ്ടല്ലോ, അത് നമസ്കരിച്ച് മറ്റുള്ള ഫർദ് നമസ്കാരങ്ങൾ ഒഴിവാക്കുന്ന ചില ആളുകളുണ്ട്. അത് പാടില്ല. കൃത്യമായി സുബ്ഹി നമസ്കാരം, ളുഹുറും അസ്റും മഗ്രിബും ഇശാഉം ജമാഅത്തുകൾ കൃത്യമായി നിർവഹിക്കുന്ന ഒരാൾക്ക് നമസ്കരിക്കാൻ പറ്റുള്ളൂ. അതല്ല തറാവീഹിന് മാത്രമെന്നും ബാക്കിയുള്ള ജമാഅത്തുകൾ നഷ്ടപ്പെടുത്തുന്ന പ്രവണത നമ്മിൽ നിന്നുണ്ടാകാൻ പാടില്ല. അതുപോലെ സൂമൂ ലിറുയതിഹി, മാസപ്പിറവി കണ്ടാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം. ഉഫ്തിറൂ ലിറുയതിഹി, അത് കണ്ടാൽ നിങ്ങൾ മുറിക്കുകയും വേണം. അത് മാസപ്പിറവുമായി ബന്ധപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസാണ്. ഫഇൻ ഗുബിയ അലൈക്കും ഫഉദ്ദു 30, മാസപ്പിറവി ദർശിക്കാൻ സാധ്യമായില്ലെങ്കിൽ നിങ്ങൾ 30 പൂർത്തീകരിക്കുക. ഇന്ന് ഫെബ്രുവരി 28-ാം തീയതി വെള്ളിയാഴ്ചയാണ്, അതായത് ശഅബാൻ 29. ഇന്ന് സൂര്യൻ അസ്തമിച്ച് 26 മിനിറ്റ് കഴിഞ്ഞാണ് ചന്ദ്രൻ അസ്തമിക്കുന്നത്. കാണാനുള്ള സാധ്യതയുണ്ട്. കണ്ടാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ നോമ്പാവും. അല്ല എങ്കിൽ 30 പൂർത്തീകരിച്ച് ആദ്യത്തെ നോമ്പ് ഇൻഷാ അല്ലാഹ് ഞായറാഴ്ചയാവും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ നോമ്പുകാർക്ക് അവസാനമായി റബ്ബിനെ കണ്ടുമുട്ടുന്ന ഒരു അവസരം വരാനുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലിസ്സായിമി ഫർഹത്താൻ, നോമ്പുകാരന് 2 സന്തോഷമുണ്ട്. ഫർഹത്തുൻ ഹീന യുഫ്തിർ, ഒന്നവൻ നോമ്പ് തുറക്കുന്ന സമയമാണ്. സുബ്ഹിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ച് ഒരുപാട് സമയം ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി
നമസ്കരിച്ച് ഖുർആൻ ഓതി മറ്റുള്ള ഇബാദത്തുകൾ ചെയ്ത് വിശപ്പ് സഹിച്ച് ആ മഗ്രിബിനോടനുബന്ധിച്ച് അവന്റെ മുന്നിലേക്ക് ഭക്ഷണം കിട്ടുമ്പോൾ ഒരു മുറുക്ക് വെള്ളത്തിന് വേണ്ടി കൊതിക്കുന്ന സമയത്ത് ഓരോ നോമ്പുകാരന്റെയും മനസ്സിൽ വരുന്ന ഒരു ആശ്വാസമുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു ഫർഹത്തുണ്ട്. അതാണ് ഒന്നാമത്തെ സന്തോഷം. രണ്ടാമത്തത് നാളെ പരലോകത്ത് അവന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സന്തോഷം. ആ രണ്ട് സന്തോഷം ഒരു നോമ്പുകാരൻ ഉണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ അറിയാതെ തെറ്റുകൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകും. അത് റബ്ബിനോട് ഏറ്റുപറഞ്ഞ് അള്ളാഹുവിങ്കിലേക്ക് മടങ്ങാനുള്ള, ഇസ്തിഗ്ഫാർ ചെയ്യാനുള്ള, തൗബ ചെയ്യാനുള്ള മാസമാണെന്ന് മനസ്സിലാക്കി അള്ളാഹുവിലേക്ക് നമ്മൾ തൗബ ചെയ്തു മടങ്ങുക. റമദാനിലെ നമ്മൾ ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുക. വിശുദ്ധ ഖുർആനുമായി ഒരു ആത്മബന്ധം നമ്മൾ പുലർത്തുക. അള്ളാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാനിൽ 30 നോമ്പ് അനുഷ്ഠിക്കാനും അതുപോലെ തന്നെ മറ്റുള്ള ഇബാദത്തുകൾ ചെയ്യാനുമുള്ള ആരോഗ്യവും ആയുസ്സും അള്ളാഹു നമുക്ക് നമ്മുടെ കുടുംബത്തിന് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബിന്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് നാം അനുഷ്ഠിക്കുന്ന അമലുകൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. മരണസമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. അള്ളാഹു അവർക്ക് പരിപൂർണ്ണ ശമനം നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ കടബാധിതർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. അവർക്ക് അള്ളാഹു അവരുടെ കടത്ത് ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുണ്ട്. അള്ളാഹു അവർക്ക് റഹ്മത്തും മഗ്ഫിറത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم ادخلنا الجنة. اللهم اجرنا وأجر والدينا من النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على محمد وعلى آل محمد. آمين آمين برحمتك يا أرحم الراحمين.